ഓൾ വെൽക്കം ബാക്ക് ടു K2CSA. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോൺ ഓഫ് ആൻ ഇവൻ്റ് ആണ്. ഓക്കെ, അതിൽ ആദ്യം പാസ്റ്റ് കോൺ ഓഫ് ആൻ ഇവൻ്റ് എന്താണെന്ന് നോക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് 8 പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, സപ്പോസ് ആൻ ഇവൻറ്റ് ഒക്കേഴ്സ് ഇൻ ദ വേ EI പ്രൊസീഡ്സ് EJ, ദിസ് മീൻസ് ദാറ്റ് EI ക്യാൻ ഓൺലി അഫക്റ്റ് ദ EJ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ EI ഇംപ്ലൈസ് EJ അല്ലെങ്കിൽ EI പ്രൊസീഡ്സ് EJ എന്ന് നടക്കുവാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? EJനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ആർക്കേ കഴിവുള്ളൂ? EIക്കേ ഉള്ളൂ. EI ക്യാൻ ഓൺലി അഫക്റ്റ് ദിസ് EJ. Likewise, all the information in EI can accessible on EJ. ഇപ്പോൾ EI EJനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് EIയിലുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മുടെ EJ എന്ന് പറയുന്ന ഇവൻറ്റിനും ആക്സസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പോയിൻറ്റ്, ഓൾ സച്ച് ഇവൻറ്റ്സ് EI ബിലോങ്സ് ടു ദ പാസ്റ്റ് ഓഫ് EJ. അതുമാത്രമല്ല EI എന്ന് പറയുന്ന ഇവൻ്റ് എന്ന് പറയുന്ന EJയുടെ പാസ്റ്റ് ഇവൻ്റായിട്ട് നമുക്ക് പറയാം. മീൻസ് EI നിന്നല്ല EJ ഉണ്ടായി, അപ്പം EJയുടെ മുന്നേ സംഭവിച്ചൊരു ഇവൻ്റാണെന്ന് പറയാം. ലെറ്റ് പാസ്റ്റ് ഓഫ് EJ ഡിനോട്ട് ഓൾ ഇവൻറ്റ്സ് ഇൻ ദ പാസ്റ്റ് ഓഫ് EJ ഇൻ എ കമ്പ്യൂട്ടേഷൻ H ഇംപ്ലൈസ്. അതായത് നമ്മൾ EJയുടെ പാസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പാസ്റ്റ് ഓഫ് EJ എന്നാണ്. അപ്പോൾ ഇതെല്ലാം H ഇംപ്ലൈസ് എന്ന് പറയുന്നൊരു സെറ്റിൻ്റെ അകത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് EJയുടെ പാസ്റ്റിൽ വരുന്നതെല്ലാം ഇതിൻ്റെ അകത്താണ്, Hൻ്റെ അകത്താണ് നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പാസ്റ്റ് ഓഫ് EJ എന്ന് പറയുന്നത് EI ഓർ എന്തുവാ ഫോർ ഓൾ EI ബിലോങ്സ് ടു H. അതായത് EI എന്ന് പറയുന്ന EJയുടെ പാസ്റ്റ് അല്ലേ. സോ EI എന്ന് പറയുന്നത് Hൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ പറഞ്ഞു Hൻ്റെ അകത്ത് എന്താ, EJയുടെ പാസ്റ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. കോമ EI ബിലോങ്സ് ടു EJ. EIയിൽ നിന്നാണ് EJ ഉണ്ടാവുന്നത്. ഈ ഒരു എക്സ്പ്രഷൻ എളുപ്പമല്ലേ. അതായത് EJയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? EI ഉണ്ട്, ഫോർ ഓൾ EI എന്ന് പറയുന്ന Hൽ ബിലോങ് ചെയ്തിട്ടുണ്ട്. കാര്യം H എന്ന് പറയുന്നതാണ് EJയുടെ പാസ്റ്റ്. EI ഇംപ്ലൈസ് EJ. ഓക്കെ, ഇപ്പോൾ ഈ 4 പോയിൻറ്റ്സും എളുപ്പമല്ലേ. ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിൻ്റ് നോക്കാം. അഞ്ചാമത്തെ പോയിൻ്റ് സിമ്പിളാണ്. ഓൾ ദ ഇവൻറ്റ്സ് ഇൻ ദ പ്രോസസ് PI വിച്ച് ഈസ് പാസ്ഡ് ടു ദ ഇവൻറ്റ് EJ ഈസ് ഡിനോട്ടഡ് ആസ് പാസ്റ്റ് IEJ. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ട് PI. ഓക്കെ, ആ PI എന്ന് പറയുന്നത് EJ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പാസ്റ്റിൽ, അതായത് ഈ PIയിൽ വരുന്ന എല്ലാ ഇവൻറ്റ്സും EJ എന്ന് പറയുന്ന ഇവൻറ്റ്സിൻ്റെ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, പാസ്റ്റ് ഓഫ് പ്രോസസ് നെയിമായ I പിന്നെ EJ. അത്രയേ ഉള്ളൂ. ഓൾ ദ ഇവൻറ്റ്സ് ഇൻ ദ പ്രോസസ് PIയിൽ എല്ലാ ഇവൻറ്റ്സും വിച്ച് പാസ് ടു ദ ഇവൻറ്റ് EJ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പാസ്റ്റ് IEJ. അതായത് പ്രോസസ് Iയിലുള്ള എല്ലാ ഇവൻറ്റ്സും EJയുടെ പാസ്റ്റാണ്. അത്രയേ ഉള്ളൂ. ഇനി ആറാമത്തെ പോയിൻ്റ് നോക്കാം. ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഇപ്പം മാക്സിമൽ എലമെൻറ്റ് ഓഫ് എ പ്രോസസ്സ്, ഒരു പ്രോസസ്സിലെ മാക്സിമൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാക്സിമൽ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ PI എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് E1 E2 എക്സെട്ര അപ് ടു EN വരെയുള്ള ഇവൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിൽ ലാസ്റ്റ് വരുന്ന ഇവൻറ്റിനെയാണ് ഈ PI പ്രോസസ്സിൻ്റെ മാക്സിമൽ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ EI എന്ന് പറയുന്ന സാധനം EJ എന്ന് പറയുന്ന ഇവൻറ്റിനെ ഇംപ്ലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാക്സിമൽ എലമെൻറ്റ് എന്താ? EJക്ക് നിയറുമായിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം പ്രോസസ്സിൻ്റെ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ഇവൻറ്റിനെയാണ് മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന EJ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ഇവൻറ്റിന് എന്താണ്? നിയറും ആയിരിക്കും. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. പാസ്റ്റ് EJ ഈസ് എൻ ഓർഡേർഡ് സെറ്റ്. അതായത് പ്രോസസ് I എന്ന് പറയുന്ന EJയുടെ പാസ്റ്റ് ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതെന്ന് പറയുന്ന ഒരു ഓർഡേർഡ് സെറ്റാണ്. എന്താ പറയുന്നത്? ഹൂസ് മാക്സിമൽ എലമെൻറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, ഒരു മാക്സും കൂടി ഇട്ട് ബാക്കി അതേപടി എഴുതിയാൽ മാക്സിമൽ എലമെൻറ്റിൻ്റെ ഡിനോഷൻ ആവും. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഇവൻറ്റ് അറ്റ് ദ പ്രോസസ് PI. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്, പ്രോസസ് PIയുടെ ലാസ്റ്റ് എലമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് നിയറർ ടു ദ EJ. ഇപ്പോൾ സെയിം പറഞ്ഞ കാര്യം, EJക്ക് നിയറാണ്. ഇപ്പോൾ സപ്പോസ് EJ എന്ന് പറയുന്നൊരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ പാസ്റ്റ് ഓഫ് EJയും റൈറ്റ് സൈഡിലെ ഫ്യൂച്ചർ ഓഫ് EJയും പറയും. അപ്പോൾ എന്താ, പാസ്റ്റ് EJ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? EJയുടെ പാസ്റ്റിൽ വരുന്നതാണ് പ്രോസസ് Iയിലെ ഇവൻറ്റ്സ്. അതിലെ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പ്രോസസ് Iയുടെ ലാസ്റ്റ് ഇവൻറ്റ് വിച്ച് ഈസ് നിയറർ ടു EJ. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇത്രയും പോർഷൻ പാസ്റ്റ് ഓഫ് EJ. നേരെ അതേപടിയാണ് ഫ്യൂച്ചർ പറയുന്ന ടൈമിൽ ഈ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി എട്ടാമത്തെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ലെറ്റ് മാക്സ്, ഇത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ലെറ്റ് മാക്സ് പാസ്റ്റ് EJ. അതായത് എന്തുവാണ്? EJയുടെ പാസ്റ്റിലുള്ള മാക്സിമൽ എലമെൻറ്റിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാണ് യൂണിയൻ ഓഫ് ഫോർ ഓൾ I എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇവിടെ ഒരു I ഉണ്ട് കേട്ടോ. അതായത് പ്രോസസ് Iയുടെ I ആണ്.
പ്രോസസ് ഐയിലുള്ള എല്ലാം മാക്സ് പാസ്റ്റ് ഓഫ് ഐ ഇ ജെ അതെന്ന് പറയുന്നത് എന്തുവാണ്, നമ്മുടെ ഇ ജെയുടെ പാസ്റ്റിൽ വരുന്ന ith പ്രോസസ്സിലെ മാക്സിമൽ എലമെൻറ്റും ബാക്കി പ്രോസസ് ഐയിൽ വരുന്ന എല്ലാം എന്താണ് എന്നുവെച്ചാൽ മെയിൻ വരുന്നത് ഈ മാക്സിമൽ എലമെൻ്റ് ആയിരിക്കും. ബാക്കി ആ പ്രോസസ് ഐയിൽ വരുന്ന എല്ലാ എലമെൻറ്റിൻ്റെ യൂണിയൻ എടുക്കുമ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, മാക്സിമം പാസ്റ്റ് ഐ ഓഫ് ഇ ജെ, അതായത് ith പ്രോസസ്സിൻ്റെ മാക്സിമം എലമെൻറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം കേട്ടോ. ഇത് ഇവൻറ്റ് വിച്ച് ഈസ് ലേറ്റസ്റ്റ് അഫക്റ്റ് ഇ ജെ ഈസ് കോൾഡ് മാക്സ് പാസ്റ്റ് ഇവൻറ്റ്. എന്താണ്, ഇ ജെനെ അവസാനം അഫക്റ്റ് ചെയ്യുന്ന ഇവൻറ്റിനെയാണ്, അതായത് നമ്മൾ ഇ ജെനെ ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഇവൻറ്റിനെ നമ്മൾ മാക്സിമം ഇവൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇ ജെനെ ലാസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഇവൻറ്റിനെ നമ്മൾ പറയുന്ന മാക്സ് പാസ്റ്റ് ഇവൻറ്റ് എന്ന് പറയും, വിച്ച് ഈസ് കോൾഡ് സർഫസ് ഓഫ് പാസ്റ്റ് എന്നും പറയും. അതിനെ എന്താ സർഫസ് ഓഫ് പാസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺ ഓഫ് ഇ ജെ എന്നും പറയും. ഓക്കെ, അതാണ് മാക്സ് പാസ്റ്റ് ഐ ഇ ജെ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് ഫോർ ഓൾ ഐ, അതായത് പ്രോസസ് ഐയുടെ എല്ലാ എലമെൻസും അതിൽ മാക്സ് പാസ്റ്റ് ഐ ഇ ജെ, അതായത് പ്രോസസ് ഐ എന്ന് പറയുന്ന ഇ ജെയുടെ പാസ്റ്റാണ് അതിലെ മാക്സിമം പോയിൻറ്റും, പിന്നെ എന്താ ഐയിലുള്ള എല്ലാ എലമെൻസിൻ്റെ യൂണിയനും എടുക്കുമ്പോഴാണ് മാക്സ് പാസ്റ്റ് ഐ ഇ ജെ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്തുവാണ്, നമ്മുടെ ഇ ജെനെ ലാസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഇവൻ്റാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മാക്സ് പാസ്റ്റ് ഇവൻ്റ് എന്ന് പറയും, സർഫസ് ഓഫ് പാസ്റ്റ് എന്ന് പറയും, കോൺ ഓഫ് ഇ ജെ എന്നും പറയും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണേ.